ഓക്കെ ബ്രോ. ഡീകമ്പോസ് ചെയ്തിട്ട് ട്രാക്ക് ക്യാമറ കൊടുത്തു. ഓക്കെ. മറ്റേ സെയിം രീതി തന്നെ. ആ ബ്രോ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ എടുത്തിട്ടുണ്ട്, അവന് ക്ലാസ് ലിസ്റ്റ് കാണാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്കപ്പം ഈ ക്ലിപ്പ് എടുത്ത് ഫസ്റ്റ് ക്ലിപ്പ് ഇട്ടില്ലേ, ഓക്കെ. മറ്റേ ക്ലിപ്പ് എടുത്ത് രണ്ടാമതാണ്. ഞാൻ റീകമ്പോസ് ചെയ്തു. റീകമ്പോസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തു. ഓക്കെ. ബ്രോ ഞാൻ എന്നാ ഷെയ്ക്കൊക്കെ ജസ്റ്റ് ബ്രോ നോക്കിയായിരുന്നു, അഡ്ജസ്റ്റ് ടയറിൽ ആഡ് ചെയ്തു. അതിൽ ഷേക്കും പിന്നെ ബ്ലറും മാത്രം, 2 എഫക്റ്റ് മാത്രം ഇട്ട് നോക്കി, വേറെ ഒന്നും അറിഞ്ഞൂടാ. ഞാനിത് അഡ്ജസ്റ്റ് ടയർ ആഡ് ചെയ്തിട്ട് ചെറുതാക്കി. ഓക്കെ. ഇതില് ഞാൻ ഷെയ്ക്ക് ആഡ് ചെയ്തു. ഇതില് ഈ മിഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ക്ക് ഉണ്ടോ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ. ആഡ് ചെയ്തിട്ട് യു വെക്കുമ്പോൾ ഇതിന് 3 ഇതുണ്ട്. ഓക്കെ. 3 കീ ഫ്രെയിം ഉണ്ടോ? ആ കാണാം. അതില് ബ്രോ സെൻട്രലിലോട്ട് ആക്കിയിട്ട് നടുക്കത്തെ പോയിന്റ് സെൻട്രലിലോട്ട് ആക്കിയിട്ട് അതിന്റെ ഡിസ്ക് ഒന്നുകൂടെ വരുവേ. കിട്ടിയാ? ബ്രോ ഇതില് സെൻട്രലിലെ പോയിന്റ് ഇല്ലേ, ആ കാണാം. സെൻട്രൽ വന്നിരിക്കും. ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ ഇത് ഇവിടുന്ന് ഷെയ്ക്ക് തുടങ്ങി മറ്റേതിൽ എൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് ബ്രോ ലോഗോ സ്പിൻ ചെയ്യണം. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. മറ്റേ ടെക്സ്റ്റ് ട്രാക്ക് ആവാൻ ജസ്റ്റ് നോക്കാം. പോയിന്റ് ട്രാക്ക് നമുക്ക് പോയിന്റ് എടുക്കാം. ഏത് പോയിന്റാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇതൊന്ന് റീകമ്പോസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഓക്കെ. എന്നിട്ട് നമുക്ക് പോയിന്റ് എടുക്കാം. പോയിന്റ് കാണിച്ചിട്ടില്ല, അത് ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു ബഗ്. അത് ഇവിടെ ഇങ്ങനെ നോക്കിട്ട് ഒന്നുകൂടി. ഓക്കെ. ഈ ഒരു പോയിന്റിൽ എനിക്ക് ടെക്സ്റ്റ് ഉണ്ട്, അങ്ങനെ ടെക്സ്റ്റ് ഒന്ന് കൊടുത്തു. ടെക്സ്റ്റ് അവിടെ വന്നു. ടെക്സ്റ്റിന് ടി മാത്രം അടിച്ചാൽ മതിയാ? എന്താണോ ടെക്സ്റ്റ് എടുക്കാൻ ടി അടിച്ചാൽ മതിയാ? എന്തോ കേട്ടില്ല. ടെക്സ്റ്റ് എടുക്കാൻ ടി അടിച്ചാൽ മതിയാ ഷോർട്ട് കട്ടില്? അല്ല അല്ല അല്ല, ഇവിടെ ഞാൻ ഈ പോയിന്റ് കണ്ടോ, ആ അവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇതുണ്ടോ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ. ഈ ഒരു പോയിന്റ് വന്നിട്ട് ഇത് നമ്മൾ ഈ ആരോ വെച്ച് മാറ്റണം. ഓക്കെ ഓക്കെ. എവിടെയാണ് നമുക്ക് വേണ്ട, പിന്നെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം എസ് നോക്കിയിട്ട്. ഓക്കെ. മറ്റു ഈ ഒരു ആരോയിൽ പിടിച്ചുള്ളൂ മാറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പൊസിഷൻ എല്ലാം മാറി. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഫുള്ള് റെഡ് കളറിൽ എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ.
ഇപ്പൊ നമ്മൾ അതിൻ്റെ ഡയലോഗ് എന്താണോ ആ ഡയലോഗ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓൾറെഡി കൊടുക്കണം. ഓക്കെ ഓക്കെ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ. ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ കൊടുക്കണ്ട, മെറ്റാലിക് ടെക്സ്റ്റ് എന്ന് പറയും. ആ കാണാം. അത് ജസ്റ്റ് ഈ ടെക്സ്റ്റിന്റെ പുറത്തോട്ട് വേണം. അപ്പൊ ആ ടെക്സ്റ്റിന് ഒരു എഫക്റ്റ് വരും. ഓക്കെ. ആ ഇതിൽ ഈ എഫക്റ്റിന്റെ അകത്ത് തന്നെ ഉപയോഗിക്കുന്നുണ്ടോ കളർ രണ്ടാം ഇതുണ്ട് ടെക്സ്റ്റർ ഫ്ലെക്സ് എന്ന് പറയുന്നതിൻ്റെ അത് കളർ മാറ്റിയിട്ട് ഉപയോഗിച്ച് ഇഷ്ടമുള്ള കളറാക്കാം. ഓക്കെ.